പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിൽ പാർലമെന്റിൽ ഇന്ന് ചർച്ചയ്ക്ക് തയ്യാറെടുക്കുകയാണ്. പ്രതിപക്ഷം ഈ ഒരു ചർച്ചയിൽ സഹകരിക്കുമെന്നൊക്കെ അറിയിച്ചിട്ടുണ്ട്. 6 മണിക്കൂറാണ് ലോക്സഭയിൽ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച നടക്കുക. നമ്മൾ കണ്ടതാണ്. ഇന്നലെ പ്രതിപക്ഷ ബഹളത്തിനിടയിലാണ് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ഈ ഒരു ബില്ല് അവതരിപ്പിച്ചത്. എന്തായാലും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഈ ഒരു സഭ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. എന്തായാലും ഈ ഒരു ബില്ലിന്മേൽ പ്രതിപക്ഷത്തിന്റെ നിലപാട് എന്താണ് എന്നതാണ് ഏറ്റവും പ്രധാനമായി അറിയേണ്ടത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് നേരെയുള്ള പെല്ലറ്റ് ഗൺ പ്രയോഗത്തിൽ അമിത്ഷാ മറുപടി പറയുമോ എന്നതും ഒരു ആശങ്ക തന്നെയാണ്. മറുപടി പറയുമോ ഇല്ലയോ എന്നതൊക്കെ ഇന്നത്തെ സഭയിൽ തന്നെ അറിയാൻ സാധിക്കും. അതോടൊപ്പം തന്നെ CJP പാർലമെന്റ് മാർച്ചിനെതിരായ പോലീസ് നടപടിയുമായി ബന്ധപ്പെട്ട ഹർജികൾ ഇന്ന് സുപ്രീം കോടതിയിൽ എത്തുകയാണ്. ഇനി പശ്ചിമേഷ്യയിലേക്ക് പോവുകയാണെങ്കിൽ ചർച്ചകൾക്ക് ഇറാന് കൂടുതൽ സമയം അനുവദിക്കാനാകില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. ചർച്ചകൾ പരാജയപ്പെട്ടാൽ ശക്തമായ സൈനിക നടപടി ഉണ്ടാകുമെന്നൊരു മുന്നറിയിപ്പ് കൂടി കൊടുക്കുകയാണ്. എന്തായാലും ഇന്നത്തെ വാർത്താ പ്രഭാതത്തിലേക്കുള്ള എല്ലാ വാർത്തകളും ഇവിടെ തയ്യാറാണ്. പ്രധാന തലക്കെട്ടുകളോട് തുടങ്ങാം. നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്. പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിൽ പാർലമെന്റിൽ ഇന്ന് ചർച്ച. പ്രതിപക്ഷം ചർച്ചയിൽ പങ്കെടുക്കും. ലോക്സഭയിൽ 6 മണിക്കൂർ ചർച്ച നടക്കും. CJP പാർലമെന്റ് മാർച്ചിനെതിരായ പോലീസ് നടപടിയുമായി ബന്ധപ്പെട്ട ഹർജികൾ ഇന്ന് സുപ്രീം കോടതിയിൽ. ചർച്ചകൾക്ക് ഇറാന് കൂടുതൽ സമയം അനുവദിക്കാനാകില്ലെന്ന് ഡൊണാൾഡ് ട്രംപ്. ചർച്ചകൾ പരാജയപ്പെട്ടാൽ ശക്തമായ സൈനിക നടപടിയെന്ന് മുന്നറിയിപ്പ്. പ്രശ്നപരിഹാരത്തിന് അമേരിക്ക പാടുപെടുകയാണെന്നും ഇറാൻ. ഇറാഖിലെ എർബലിലുള്ള US കോൺസുലേറ്റിന് സമീപം ആക്രമണമെന്നും റിപ്പോർട്ട്. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ PS പ്രശാന്തിനെയും അജികുമാറിനെയും കസ്റ്റഡിയിൽ വാങ്ങാൻ SIT. കസ്റ്റഡി അപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് പരിഗണിക്കും. പ്രശാന്തിനെയും അജികുമാറിനെയും കോടതിയിൽ ഹാജരാക്കും. ഇരുവരെയും വിശദമായി ചോദ്യം ചെയ്യാൻ SIT. കൊല്ലം കുണ്ടറയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ച യുവാവ് മരിച്ചതിൽ DGP റിപ്പോർട്ട് ഉടൻ ആഭ്യന്തരമന്ത്രിക്ക് കൈമാറും. സിയാദിനെ മർദ്ദിച്ചിട്ടില്ലെന്ന് പോലീസിന്റെ വാദം. സിയാദിന്റെ മരണം കസ്റ്റഡി മർദ്ദനം മൂലമെന്നും കുടുംബം. PSC ആസൂത്രണ ബോർഡ് പരീക്ഷാ ക്രമക്കേടിൽ കേസെടുക്കുന്നതിൽ നിയമോപദേശം തേടി ക്രൈംബ്രാഞ്ച്. തട്ടിൽ ആഭ്യന്തര വിജിലൻസ് അന്വേഷണത്തിന് PSC കൂടുതൽ സമയം നൽകിയേക്കും. തുടർ നടപടികളിലേക്ക് കടക്കുക അന്വേഷണം പൂർത്തിയായ ശേഷം. കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ കൊയ്ത്ത് തുടർന്ന് ഇന്ത്യ. പാരാഷോട്ട് പുട്ടിൽ ഷർമല ധൻകറിന് സ്വർണം. പുരുഷന്മാരുടെ ഹൈജമ്പിൽ സർവേഷ് കുഷാരയ്ക്ക് വെള്ളി. ഭാരോദ്വഹനത്തിൽ വെള്ളി മെഡൽ നേടി വല്ലൂരി അജയബാബു.